ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി വെറൈറ്റി ടേസ്റ്റുള്ള ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ്. നമ്മൾ സാധാരണ കഴിക്കുന്ന ചിക്കൻ ഫ്രൈഡ് ടേസ്റ്റിൽ നിന്ന് നല്ല വ്യത്യാസമായിട്ടുള്ള റെസിപ്പി തന്നെയാണ്. അപ്പൊ എല്ലാവരും ദാ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. നല്ല ചൂട് ചോറിന്റെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ഒക്കെ കൂടെ അടിപൊളിയായിട്ട് ഇരുന്ന് കഴിക്കുക. കമന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കണേ. കണ്ടു നോക്കിയാലോ എങ്ങനെ നമ്മുടെ റെസിപ്പി ചെയ്തെടുക്കുന്നതെന്ന്. അപ്പൊ ആദ്യം തന്നെ ഒരു മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ദാ വറ്റൽമുളകോ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കാശ്മീരി റെഡ് ചില്ലിയോ ചെറു ചൂടുവെള്ളത്തിൽ ഒരു 10 മിനിറ്റ് ഒന്നും കുതിരാനായിട്ട് വെക്കാം കേട്ടോ. കാശ്മീരി റെഡ് ചില്ലി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല കളർ ഉണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ വറ്റൽമുളക് എടുത്താലും മതി. ഒരു 10 മിനിറ്റിന് ശേഷം നമ്മുടെ മുളക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞതാണ്. അതിന്റെ കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ കടയിൽ നിന്ന് മേടിക്കുന്ന റെഡിമെയ്ഡ് പേസ്റ്റ് ചേർക്കുന്നതിനേക്കാളും ഇതേപോലെ ഇഞ്ചി വെളുത്തുള്ളി നേരിട്ട് ചേർക്കുന്നതായിരിക്കും നല്ലത്. അതേപോലെ തന്നെ ഒരു 4-5 കുഞ്ഞുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ വിനാഗിരിയും അതേപോലെ തന്നെ ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നും കൂടെ അടിച്ചെടുത്തുകൊണ്ട് വരാവേ. കണ്ടതാ നന്നായിട്ട് തന്നെ ഒന്നും കൂടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ലോണം തന്നെ ഒന്നും കൂടെ അരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ആണെന്നുണ്ടെങ്കിലും നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ പോയിരിക്കുന്നതാണ്. അത്യാവശ്യം വലിപ്പമുള്ള കഷ്ണങ്ങളായിട്ട് തന്നെയാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. തീരെ ചെറുതൊന്നുമല്ല. ഈ ഒരു വലിപ്പത്തിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇതേപോലെ വലിയ 2 സ്പൂൺ തന്നെ പേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കളർ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ച് കാശ്മീരി റെഡ് ചില്ലി ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ പൊടികളായിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂടെ തന്നെ പെരിഞ്ജീരകത്തിന്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് ഒരു 1/4 ടീസ്പൂണിന്റെ അടുത്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ, അത്രയും മതി. ഇനി ഇതിനകത്തേക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. അതേപോലെ തന്നെ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ നിറച്ച് തന്നെ അരിപ്പൊടി എടുക്കുക. നമ്മൾ എടുക്കുന്ന ചിക്കന്റെ അളവിനനുസരിച്ചിരിക്കും ബാക്കി എല്ലാ പൊടികളും അതേപോലെ തന്നെ മസാലകളും ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ നിറച്ച് തന്നെ നാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. കണ്ടോ, ഇത് മതി. ഇതെല്ലാം കൂടി കൈവച്ച് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് ഒരു 15-20 മിനിറ്റ് ഏറ്റവും കുറഞ്ഞതെങ്കിലും എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നുകൂടി സെറ്റായി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഈ സമയത്ത് മിക്സ് ചെയ്ത് നോക്കുമ്പോൾ കളർ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ച് കാശ്മീരി റെഡ് ചില്ലി ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ എന്താണെങ്കിലും വേറെ പൊടികളൊന്നും തന്നെ ചേർക്കുന്നില്ല. ഇത്രയും മാത്രമേ ചേർക്കുന്നുള്ളൂ. ഒരു 15-20 മിനിറ്റ് അതവിടെ ഇരിക്കട്ടെ. നമ്മളിപ്പോൾ എന്താണെങ്കിലും ചിക്കൻ ഒരു അരമണിക്കൂർ മാത്രമേ മസാലയൊക്കെ പറ്റി വെച്ചിട്ടുള്ളൂ. അല്ല, കുറച്ച് നേരം കൂടി വെക്കാൻ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ വെക്കാൻ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചധികം സമയം തന്നെ മസാലയൊക്കെ പറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. ഞാനൊരു അരമണിക്കൂറിന് ശേഷം നല്ല ചൂടായ ഓയിലിലേക്കിട്ട് ചിക്കൻ ഇങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു വശമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നു കഴിയുമ്പോൾ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ട് 2 വശം മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് കോരിയെടുക്കാവുന്നതേ ഉള്ളൂ. ഒരു വശമൊക്കെ നന്നായിട്ട് തന്നെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന ചിക്കൻ തന്നെയാണ്. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമ്മുടെ മസാലയിൽ കുറച്ചും കൂടി പരിപാടി ചെയ്യാനുണ്ട് കേട്ടോ. കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ട് തന്നെ മുരിഞ്ഞ് അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ചിക്കൻ ഫ്രൈ വന്നിട്ടുണ്ട്. നമുക്ക് ഇങ്ങോട്ട് കോരിയെടുത്ത് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിവിടെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇതേപോലെ ചിക്കൻ ഫ്രൈ ചെയ്യാനും അതേപോലെ തന്നെ റോസ്റ്റഡ് ചിക്കനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിലാണ് ഏറ്റവും നല്ലത്. നമ്മൾ കോരിയെടുത്തിട്ട് അടുത്ത ബാച്ച് ചിക്കനും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുവാണ്. ഇനിയിപ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മുടെ ബാക്കി വന്ന മസാല ഉണ്ടല്ലോ, അതിനകത്തേക്ക് ഒരു 2 പിടി തേങ്ങ ചിരകിയതും കൂടെ തന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതേ ഓയിലിൽ നല്ലോണം ഒന്നുകൂടെ ഫ്രൈ ചെയ്ത് നന്നായിട്ട് തന്നെ ഒന്നുകൂടെ മുരിച്ചെടുക്കുകയും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്തിട്ട് നമ്മുടെ ചിക്കനിലേക്ക് ചേർത്ത് കഴിക്കുമ്പോഴല്ലോ അടിപൊളി ടേസ്റ്റാണ്. ആ ചിക്കനും അതേപോലെ തന്നെ തേങ്ങ ഫ്രൈ ചെയ്തതൊക്കെ ചേർത്ത് കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന ടേസ്റ്റ് ഉണ്ടല്ലോ സൂപ്പറാണ്. നമ്മൾ സാധാരണ ചിക്കൻ കഴിക്കുന്നതിനേക്കാളും നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ. അതിൻ്റെ കൂടെ തന്നെ നല്ല ചൂട് ചോറും ചപ്പാത്തിയോ അല്ലാന്നുണ്ടെങ്കിൽ പൊറോട്ടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കില്ലേ. അപ്പോൾ മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കുക. കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും അറിയിക്കുക. വീഡിയോ റെസിപ്പിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. ഇതേപോലെ നമ്മുടെ തേങ്ങ ഫ്രൈ ചെയ്ത് ആ ചിക്കനിലേക്ക് കൂടി ചേർത്ത് മിക്സ് ചെയ്ത് എല്ലാവരും ഹാപ്പി ആയിട്ടിരുന്ന് കഴിക്കാം കേട്ടോ. നമുക്ക് പുതിയ പുതിയ വീഡിയോസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല അടിപൊളിയായിട്ടിരിക്കുക. ബൈ.